കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയതായി പരാതി. റഷീദിന്റെ മകൻ അനൂസ് റോഷനെയാണ് ആയുധങ്ങളുമായി കാറിലെത്തിയ സംഘം വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതായുള്ള പരാതി ഉയരുന്നത്. രാഹുൽ KV വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, എന്താണ് സംഭവം? എപ്പോഴാണ് പരാതി ഈ തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായത്? പരാതി എന്താണ്? പക്ഷേ കുടുംബത്തിന്റെ പരാതിയിൽ കൊടുവള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് കൊടുവള്ളി കിഴക്കോത്ത് പരപ്പാറ ആയിക്കോട്ടിൽ റഷീദിന്റെ മകൻ അനൂസ് റോഷനെയാണ് ഇത്തരത്തിലൊരു സംഘം വീട്ടിലെത്തി തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. വാഹനത്തിലാണ് ഈ സംഘം എത്തിയിരുന്നത്. കൈവശം ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൈവശത്ത് നിന്ന് വീണൊരു കത്തി അത് ഈ വീട്ടുമുറ്റത്ത് നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതികൾ ഏതായാലും ഒരു കാറിലാണ് ഈ അനൂസുമായി വീട്ടിൽ നിന്ന് കടന്നത്. KL 65L 8306 രജിസ്ട്രേഷനിലുള്ള വെള്ള കാറാണ്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ സമീപത്തെ അങ്ങാടിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അനൂസ് റോഷന്റെ സഹോദരൻ അജ്മൽ വിദേശത്താണ്. ഇവിടെ വെച്ചുണ്ടായ സാമ്പത്തിക ഇടപാടുകളുടെ ഭാഗമായാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ എന്നാണ് പ്രാഥമികമായി കരുതുന്നത്. എന്നാൽ കുടുംബം നൽകിയ പരാതിയിൽ കൊടുവള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. പക്ഷേ ഈ സംഘത്തെ സംബന്ധിച്ച് കൃത്യമായ സൂചനകളിലേക്ക് ഈ ഒരു സമയത്ത് ഏതായാലും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. കൊടുവള്ളിയിൽ നിന്ന് മറ്റൊരു തട്ടിക്കൊണ്ടുപോകൽ കൂടിയാണ്. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപൊക്കെ വളരെ രീതിയിലുള്ള സ്വർണ്ണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഏതായാലും ഇത് വിദേശത്ത് നടന്ന ഈ തട്ടിക്കൊണ്ടുപോയിട്ടുള്ള യുവാവിന്റെ സഹോദരൻ വിദേശത്താണ്. അവിടെ വെച്ച് നടന്ന സാമ്പത്തിക ഇടപാടുകളാണ്. അപ്പുറത്തേക്ക് അനൂസ് റോഷനെ പറ്റിയുള്ള വിവരങ്ങൾ എന്താണ്? പക്ഷേ അനൂസ് റോഷൻ 21 വയസ്സുകാരനാണ്. ഒരു വിദ്യാർത്ഥിയാണ് എന്നാണ് ഏതായാലും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരികയാണ്. വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ്. ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് സഹോദരനെ തട്ടിക്കൊണ്ടുപോവുക, അതിനുശേഷം പണം ആവശ്യപ്പെടുക എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പോലീസ് ഇക്കാര്യം അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ. ഈ സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി, ആയുധം ഉൾപ്പെടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഈ സമയത്ത് വീട്ടിലുള്ള മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ ഭീഷണി മുനയിൽ നിർത്തുകയായിരുന്നു. എന്താണ് ആ വിവരങ്ങളൊന്ന് പറയാമോ? പക്ഷെ അങ്ങനെ തന്നെയാണ്. 4 മണിയോടുകൂടി ഒരു സംഘം ഇവരുടെ വീട്ടിലേക്ക്, കൊടുവള്ളി കിഴക്കോത്ത് ഉള്ള വീട്ടിലേക്ക് എത്തുകയാണ്. ഒരു കാറിലാണ് സംഘം ഉണ്ടായിരുന്നത്. അവരുടെ കൈവശം ആയുധങ്ങളൊക്കെയാണ്. വീട്ടുകാരൊക്കെയുണ്ട്. അവർക്ക് നേരെ ആയുധം ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് അവിടെ നിന്ന് പ്രാഥമികമായി ഈ കുടുംബം പറഞ്ഞത് പ്രകാരമൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരം. അനൂസിനെ പിന്നീട് ഈ കാറിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതായത് ഈ കാറിന്റെ നമ്പർ ഇതാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ KL 65L 8306 എന്നുള്ളതാണ്. ഈ സമീപത്തെ അങ്ങാടിയിലെ CCTVയിൽ ഈ ഈ പ്രതികൾ പോകുന്നതൊക്കെ പതിഞ്ഞിരുന്നു. അവിടെ നിന്ന് പോലീസ് അടക്കം ശേഖരിച്ച ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ നമ്പറും വ്യക്തമായിട്ടുള്ളത്. ഇത് കേന്ദ്രീകരിച്ച അന്വേഷണം ഏതായാലും ഉചിതമായിരുന്നു. പ്രാഥമികമായി മനസ്സിലാക്കുന്നതും കുടുംബം പറഞ്ഞതുമാണ് വിദേശത്തുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ എന്നുള്ളതാണ്. ശരി. രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകുന്നത്. കൊടുവള്ളിയിലാണ് സംഭവം.